നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ നിറമെന്ത്? ശബരിമല അവലോകനത്തിൽ മുഖ്യമന്ത്രി ഇന്ന് അഭിപ്രായപ്പെട്ടത് എന്തൊക്കെ? തിരുപ്പതി മോഡലിൽ VIP ദർശനത്തിന് നിയന്ത്രണം വേണമെന്ന് പിണറായി വിജയൻ അവലോകന യോഗത്തിൽ നിർദ്ദേശിച്ചു. ഒപ്പം കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നട തുറക്കാൻ സാധിക്കുമോ എന്ന് ചർച്ച ചെയ്യണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ മറുപടി രാഷ്ട്രീയം കലർന്നതാണെന്ന പരാതിയും മുഖ്യമന്ത്രിക്കുണ്ടായി. ഈ രാഷ്ട്രീയത്തിൻ്റെ നിറം എന്താണ് എന്നാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ അംഗവും മുൻ ദേവസ്വം കമ്മീഷണർ കൂടിയായിട്ടുള്ള മുൻ ചീഫ് സെക്രട്ടറി ശ്രീ CP നായർ, ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് ശ്രീ P ബിജു, രാഹുൽ ഈശ്വർ, മുൻ ദേവസ്വം ബോർഡ് അംഗം KPCC അംഗവുമായ ശ്രീ പുനല്ലൂർ മധു, ഒപ്പം BJP നേതാവ് B രാധാകൃഷ്ണ മേനോനും ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ നിറമെന്ത്? ശ്രീ CP നായർ, താങ്കൾ ഈ ശബരിമലയുടെ കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ചിട്ടുള്ള ആളും അവിടെ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുമാണ്. താങ്കൾ ഈ ചർച്ചയിൽ കുറച്ചു നേരം മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് കൊണ്ട് താങ്കളോടാണ് ആദ്യഘട്ടത്തിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. മറ്റ് അതിഥികൾ ദയവായി സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ CP നായർ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ രണ്ട് നിർദ്ദേശങ്ങൾ, പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുവെങ്കിലും പ്രധാനപ്പെട്ട രണ്ട് നിർദ്ദേശങ്ങൾ, ഒന്ന് തിരുപ്പതി മോഡലിൽ VIPകൾക്ക് നിയന്ത്രണം വേണം ശബരിമലയിൽ എന്നുള്ളത്, മറ്റൊന്ന് എല്ലാ ദിവസവും ശബരിമലയിൽ നട തുറക്കുന്നതിന് വേണ്ടി സാധിക്കുമോ എന്ന് പരിശോധിക്കണം എന്നുമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് താങ്കളുടെ അറിവിൻ്റെ വെളിച്ചത്തിൽ പ്രതികരണം എന്താണ്? ഇതിൻ്റെ രാഷ്ട്രീയം അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. എനിക്ക് ആദ്യമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് വിശദമാക്കിയ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളുമുള്ള അവസാന വാക്കല്ല എന്നാണ്. മറിച്ച് ഒരു വിശാലമായ അടിസ്ഥാനത്തിലുള്ള ചർച്ചയ്ക്ക് ഒരു നിർദ്ദേശം മുമ്പോട്ട് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് വ്യക്തമാക്കാൻ അദ്ദേഹം ആവർത്തിച്ച് പരിശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു തെറ്റായ ധാരണ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മുഖ്യമന്ത്രി ഒരു ഉത്തരവ് കൊടുക്കുകയല്ല ചെയ്തത്, ഒരു കർശനമായ ഡിക്റ്റേറ്റ് കൊടുക്കുകയല്ല, മാൻഡേറ്റ് കൊടുക്കുകയല്ല ചെയ്തത്. ചർച്ചയ്ക്ക് വേണ്ടി വിപുലമായ വിശാലമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടി രണ്ട് നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തേത് സ്പെഷ്യൽ ദർശനത്തിനെക്കുറിച്ചാണ്. അതിൽ അസാധാരണമായി യാതൊന്നുമില്ല എന്ന് ആദ്യമേ ചൂണ്ടിക്കാണിക്കാം. വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം എന്ന് പേരെടുത്ത തിരുപ്പതി ക്ഷേത്രത്തിൽ ഇത് നിലവിലുണ്ട്. ഞാനൊരു 6-7 കൊല്ലം മുൻപ് അവിടെ പോകുമ്പോൾ 500 രൂപയായിരുന്നു സ്പെഷ്യൽ ദർശനത്തിൻ്റെ നിരക്ക്. അതിപ്പോൾ വളരെ കൂട്ടിയിട്ടുണ്ടാകണം. അത് ഞാൻ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറോട് ചോദിച്ചു, അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അദ്ദേഹം പറഞ്ഞു, എല്ലാ നിയമങ്ങൾക്കും ഒരു അപവാദമുണ്ട്. എവറി റൂൾ ഹാസ് ആൻ എക്സെപ്ഷൻ. നമ്മുടെ രാഷ്ട്രപതി പതിവായി തിരുപ്പതിയിൽ ദർശനം നടത്തുന്നയാളാണ്. കേന്ദ്രമന്ത്രിമാർ പലരും വരുന്നവരാണ്. സുപ്രീം കോടതിയിലെ പല ജഡ്ജസും പതിവായി ദർശനം നടത്തുന്നവരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവരുടെ നിന്ന് വാങ്ങിക്കാറില്ല സാർ, അവരുടെ നിന്ന് വാങ്ങാറില്ല, ഞങ്ങളത് രഹസ്യമായിട്ട് വെച്ചിട്ടുമില്ല. അവർക്ക് ഈ 500 രൂപ വലിയ കാര്യമൊന്നുമില്ല, അത് മാത്രമേ അത് അപമര്യാദയാണ്. അപ്പോൾ എല്ലാ നിയമങ്ങൾക്കും ഒരു അപവാദമുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 2000 രൂപ അല്ല 1000 രൂപ അല്ല 500 രൂപ ശബരിമല സ്പെഷ്യൽ ദർശനം വിൽക്കുകയാണെങ്കിൽ അത് കൊടുക്കാൻ സന്നദ്ധരായി ധാരാളം ആളുകളുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു കേന്ദ്രമന്ത്രിയോ ഒരു സുപ്രീം കോടതി ജഡ്ജിയോ വന്നാൽ അവരെ ഈ 500 രൂപ ടിക്കറ്റ് എടുപ്പിക്കണം എന്നർത്ഥമില്ല. മുഖ്യമന്ത്രി അവരെ ഉദ്ദേശിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന് മനസ്സിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്, ഞാൻ 3 വർഷം തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായിരുന്നു, ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. 3000-4000 കിലോമീറ്ററിനപ്പുറത്തു നിന്നും ഒരുപാട് അവൻ്റെ ഒരു വർഷത്തെ സമ്പാദ്യം മുഴുവൻ ചിലവാക്കിയിട്ട് ശബരിമല ഭഗവാനെ ഒന്ന് കാണാനായിട്ട് വന്ന് നിമിഷം പോലും കാണാൻ സാധിക്കാതെ പോലീസുകാരൻ്റെ ചവിട്ടും തുപ്പും ആട്ടുമേറ്റ് അവിടെ ഒന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതാണ് 90% മുഖമില്ലാത്ത സാധാരണക്കാരായ തീർത്ഥാടകരുടെയും അനുഭവം. അപ്പോൾ ഒരു വശത്ത് ഇത് നടക്കുകയും മറുവശത്ത് കുറേ ആളുകൾ ഒരുപാട് പ്രമാണത്തെ ചമഞ്ഞ് മുണ്ടും നേരിയതും ഒക്കെ ആയിട്ട് ഭഗവാന്റെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നത് ഒരു അങ്ങേയറ്റം നീതി നിഷേധമാണ് എന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. രണ്ടാമത് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ തിരക്ക് കുറയ്ക്കുന്നതിന് സഹായകരമാകാം, എല്ലാവരും കൂടി ഒരു സമയത്ത് തന്നെ വരുന്നതിനേക്കാൾ മിക്കവാറും ദിവസങ്ങളിൽ അത് തുറക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ എന്നാണ്. അതും അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചർച്ച ചെയ്യാനാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അത് ചർച്ച ചെയ്യുന്നത് കൊണ്ട് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ലെന്ന് മാത്രമല്ല, 1999 മുതൽ 2002 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായിരുന്നു. അന്ന് തന്നെ പ്രശ്നം വളരെ ഗുരുതരമാണ്.
ആ പ്രദേശത്ത് ക്ഷേത്രത്തിനും പരിസരങ്ങൾക്കും താങ്ങാവുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളാണ് ഓരോ വർഷവും അവിടെ ഉത്സവകാലത്ത് വരുന്നത്. അപ്പോൾ ഇതിന് ഇപ്പം എല്ലാത്തിനും ആചാര അനുഷ്ഠാനങ്ങളുടെ കാര്യമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആചാരാനുഷ്ഠാനപരമായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രാഗമ തന്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഇതിലുണ്ടോ എന്ന് അന്നത്തെ മുഖ്യതന്ത്രിയായിരുന്ന താഴവൺ മഠത്തിലെ ബ്രഹ്മശ്രീ നീലകണ്ഠരോട് ഞാൻ ചോദിച്ചു. യാതൊന്നുമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം എന്നെ കോരിധരിപ്പിച്ച ഒരു കാര്യം കൂടി പറഞ്ഞു. ഭക്തൻ്റെ സുഖവും സൗകര്യവും സംതൃപ്തിയുമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടി ഇങ്ങനെ സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് ഒരു ദോഷവുമില്ല. പക്ഷേ അന്നത്തെ ദേവസ്വം ബോർഡ് ഒരു പരിഗണന പോലും കൊടുക്കാതെ എന്നെ നിർദ്ദേശം ചവിറ്റുകൂട്ടി തള്ളുകയാണ് ചെയ്തത്. അതിന് പറഞ്ഞ് ന്യായം വരവ് കുറഞ്ഞു പോകുന്നതാണ്. വരവ് എങ്ങനെ കുറഞ്ഞു പോകുന്നതാണ്? ഇനി അഥവാ വരവ് അല്പസ്വല്പം കുറഞ്ഞാൽ പോലും അതാണോ നമ്മുടെ ഏറ്റവും മൗലികമായ പരിഗണന? ഇത് ഒറ്റയടിക്ക് വേണമെന്ന് ഞാൻ നിർദ്ദേശിച്ചില്ല, മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആദ്യം ചെയ്യാവുന്നത്, ആദ്യത്തെ ഘട്ടം ഇപ്പോഴുള്ള മാസ പൂജ 5 ദിവസം ഉള്ളത് 10 ദിവസമായിട്ട് മാറ്റാം. രണ്ടാമത് എനിക്കൊരു നിർദ്ദേശമുള്ളത്, ഈ മണ്ഡലപൂജ ധനുമാസം 11-ാം തീയതി കഴിഞ്ഞ് ഒരു ഇടവേളയുണ്ട്. മകരവിളക്കിന് ക്ഷേത്രം തുറക്കുന്നതിന് മുമ്പായിട്ട് ആ ഇടവേള അവസാനിപ്പിക്കുക. ഇടവേള വേണ്ടെന്ന് വെക്കുക. വൃശ്ചികം 1-ാം തീയതി മുതൽ തുടർച്ചയായി മകരം 15-ാം തീയതി വരെ ക്ഷേത്രം തുറന്നിരിക്കുക. ഇതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ഈ 10 ദിവസം എന്നുള്ളത് ഒരു 20 ദിവസമാക്കുക. മറ്റേത് നേരത്തെ പോലെ തുടരുക. മൂന്നാമത്തെ ഘട്ടത്തിൽ മാത്രമേ എല്ലാ ദിവസവും ക്ഷേത്രം തുറന്നിരിക്കുന്നതായിട്ടുള്ളൂ. ഇത് വെറുതെ പറയുന്നതല്ല. ഈ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പല ഭക്തന്മാരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ പുണ്യമായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആചാരപരമായോ വിശ്വാസപരമായോ യുക്തിക്ക് നിരക്കാത്തതായ യാതൊരു നിർദ്ദേശവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടില്ല. അത് ഈ ഉത്സവകാലത്ത് തന്നെ പരീക്ഷിച്ച് നോക്കണം എന്നാണ് എൻ്റെ സുചിന്തിതമായ. ശ്രീ CP നായർ, ഞാൻ അങ്ങയുടെ സമയം തീരുന്നതിന് മുമ്പായി ഞാൻ തിരിച്ച് അങ്ങയിലേക്ക് ഒരിക്കൽ കൂടി വരാം. ശ്രീ രാഹുൽ ഈശ്വർ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ഈ താഴമൺ കുടുംബത്തിലെ അംഗം കൂടിയായ ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളുടെ മുതുമുത്തച്ഛനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ CP നായർ പറഞ്ഞ കണ്ഠർ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമല്ല. അദ്ദേഹം ശ്രീ CP നായരെ പോലും കോൾമയർ കൊള്ളിച്ച ഈ രീതിയിൽ ദിവസവും അവിടെ പൂജ നടത്തുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കേണ്ടതാണ് എന്ന അഭിപ്രായം പറഞ്ഞ ആളാണ്. ആ നിലയ്ക്ക് ഇത് തന്ത്രി കുടുംബത്തിന് കൂടി ആലോചിക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമായിട്ടല്ലേ, വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലാത്തൊരു കാര്യമായിട്ടല്ലേ ഈ വിഷയത്തെ എടുക്കേണ്ടത്? ഇതിൽ ഒരുപാട് സാങ്കേതികത്വം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ശബരിമല ഒരു അമ്പലം എന്നതിനപ്പുറം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഉദാഹരണം ബദ്രിനാഥിൽ നമ്മുടെ കേരളത്തിലെ ഒരു പൂജാരിയാണ് അവിടെ ഉള്ളത്. അതും സീസണൽ പിൽഗ്രിമേജാണ്. ആ സീസണൽ പിൽഗ്രിമേജ് അങ്ങനെ ആകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ശ്രീ CP നായർ സാർ പറഞ്ഞതിലെ സ്വാഗതം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ മകരവിളക്ക് കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരിയിൽ നട തുറക്കുന്നതിനിടയിലുള്ള ഒരു 10 ദിവസം, ഇത് ഞാനും അദ്ദേഹത്തോട് തന്നെ ചർച്ച ചെയ്ത വിഷയമാണ്, പ്രസ് മീറ്റിൽ നമ്മൾ ഉന്നയിച്ച വിഷയമാണ്. ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നീക്കുപോക്കുകൾ ആകാം. പക്ഷേ ആ പിൽഗ്രിമേജിന്റെ അടിസ്ഥാന സ്വഭാവം, മണ്ഡല മകരവിളക്ക് എന്ന അടിസ്ഥാന സ്വഭാവം മാറ്റാൻ പറ്റില്ല. ഇതിൽ മാറ്റാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണം, ഇലക്ട്രിഫിക്കേഷൻ വന്നു, മേളിൽ സ്വാമിയെ ശരണയ്യപ്പാന്ന് എഴുതി, കുറെ കാര്യങ്ങൾ മാറി വരുന്നു. മാറ്റാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട്, മാറ്റാൻ കഴിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഈ റിച്വൽ ഇപ്പോ നമുക്കറിയാവുന്നത് പോലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട 2 ചർച്ചാ വിഷയങ്ങൾ, ഒന്ന് തിരുപ്പതി മോഡലിൽ VIP-കൾക്ക് കൊടുക്കുന്ന ദർശനത്തിന്റെ നിയന്ത്രണം, രണ്ടാമത്തത് ഈ ദിവസവും പറ്റുമെങ്കിൽ നട തുറക്കണമെന്നുള്ളത്. അതിനെക്കുറിച്ച് താങ്കളുടെ മുതുമുത്തച്ഛൻ പറഞ്ഞ അഭിപ്രായം താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്ന ബദ്രീനാഥിലെയൊക്കെ പശ്ചാത്തലം മനസ്സിലാക്കാതെയുള്ളതായിരുന്നോ? അല്ല, അങ്ങനെയല്ല. നീലകണ്ഠ പെരപ്പ് എൻ്റെ മുത്തശ്ശൻ്റെ സഹോദരനാണ്. തന്ത്രിമാരുടെ ഇടയിലുള്ള പൊതു കൺസെൻസസ് എല്ലാ ദിവസവും തുറക്കണം എന്ന അഭിപ്രായമുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന മുതിർന്ന തന്ത്രിയായ കണ്ഠര് മഹേശ്വരോ എന്തുകൊണ്ടാണ് അതിനകത്തൊരു പൊതു കൺസെൻസസിന് പ്രശ്നമുണ്ടാകുന്നത്? എന്താണ് അതിന്റെ അടിസ്ഥാന കാരണം? എല്ലാ ദിവസവും തുറക്കുന്നതിന് നിങ്ങളുടെ തന്ത്രിമാരുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് കാരണത്താലാണ് അവർ തർക്കിക്കുന്നത്? അല്ല, പ്രശ്നങ്ങളല്ല. ഇതൊരു സീസണൽ പിൽഗ്രിമേജ് ആണ്. ശബരിമലയുടെ അടിസ്ഥാന സ്വഭാവം ഇതൊരു സീസണൽ പിൽഗ്രിമേജ് ആണ്. ഇപ്പൊ എന്തുകൊണ്ട് അമ്പലത്തിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്, അതിന് മാറ്റാൻ കഴിയാത്തൊരു കോർ സോൾ കോൺസെപ്റ്റ് ഉണ്ട്. രാഹുൽ ഈശ്വർ, ഈ സീസണൽ ആയിട്ടുള്ള പിൽഗ്രിമേജ് പിന്നെ എങ്ങനെയാണ് മാസം തോറും എല്ലാ 1-ാം തീയതിയും നട തുറക്കാമെന്നൊരു ധാരണയിലേക്ക് പിന്നീട് എത്തിയത്?
അല്ല എല്ലാ മാസവും പണ്ടു മുതലേ 1 മുതൽ 5 ദിവസങ്ങൾ വരെ, ചില കാലഘട്ടങ്ങളിൽ 1, 2 പിന്നെ അല്ലെങ്കിൽ 1, 5 ദിവസങ്ങളിൽ തുറന്നിരുന്നു. അതിനൊക്കെ കൃത്യമായ തെളിവുകളുമുണ്ട്. ഉദാഹരണം കോർണർ വന്ന് 2 ബ്രിട്ടീഷ് ലെഫ്റ്റനന്റ്സ് അവിടെ പോയ കാര്യമുണ്ട്. തുടക്കം മുതൽ ചില ചെറിയ വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം ഈ സിസ്റ്റം പൂർണ്ണമായി മാറി എന്നല്ല. ഇതെല്ലാം ആവശ്യാനുസരണം നമുക്ക് തട്ടിക്കളിക്കാൻ കഴിയില്ല. ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഷ്കരിക്കാമെങ്കിലും ഇതിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഉത്തരം പറയാമെങ്കിൽ എല്ലാ ദിവസവും നട തുറക്കാൻ സാധിക്കാതെ വരുന്ന ഒരു തന്ത്രി സമീപനം ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്നാണ് പെട്ടെന്ന് താങ്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ തരാൻ സാധിക്കുക? അതിന്റെ ഒറ്റ വരി, അതൊരു സീസണൽ പിൽഗ്രിമേജ് ആണ്. മണ്ഡല മകരവിളക്ക് കാലത്തെ വേണ്ടിയുള്ള പിൽഗ്രിമേജ് ആണ്. എന്തുകൊണ്ട് 24 മണിക്കൂർ ഒന്നും ഉണ്ടാക്കുന്നില്ല? നാളെ എളുപ്പമുണ്ട്. ശ്രീനിവാസൻ പറയുന്നത് പോലെ ഈ ഭക്തിക്ക് ഒരു സീസൺ വരുമ്പോൾ മാത്രം ഭക്തി വരുന്നതാണോ ഈ ഉദ്ദേശിക്കുന്നത്? എല്ലാ സമയത്തും ഭക്തി ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനും വിശ്വാസികൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാനുമുള്ള അവസരം ഒരുക്കുന്നത് ശരിയാണെന്ന ധാരണയിൽ തന്നെയാണ് കൂടുതൽ നല്ല രീതിയിൽ ഒരുക്കി ദേവസ്വം ബോർഡും ആ കാര്യത്തിന് മാസത്തിൽ ഒരിക്കലെങ്കിലുമുള്ള വലിയ പശ്ചാത്തലങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വളരെ നല്ല ചോദ്യമാണ്. വളരെ നല്ല ചോദ്യമാണ്. ഇതിനുള്ള മറുപടി ശ്രീ ബാലകൃഷ്ണപിള്ള സാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എളുപ്പമാവും, അയ്യപ്പനെ എടുത്ത് പുത്തരിക്കണ്ട മൈതാനത്ത് വെച്ചാൽ മതി, എല്ലാവർക്കും കാണാം, ബുദ്ധിമുട്ടില്ലല്ലോ. ആർക്കും മല കയറണ്ട, കല്ലും മുള്ളും കാലി ചവിട്ടണ്ട, വ്രതം എടുക്കണ്ട, പുത്തരിക്കണ്ട മൈതാനത്ത് എല്ലാ ദിവസവും നട തുറക്കുന്നതിനെ എതിർക്കുന്നവരുടെ ചർച്ചയുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ തിരിച്ച് വരാം ശ്രീ രാഹുൽ ഈശ്വർ. ശ്രീ CP നായർ, ഇത്തരത്തിൽ കൺവിൻസിംഗ് ആയ ഈ തന്ത്രിമാരുടെ ഈ ദേവപ്രശ്നത്തിലൂടെയൊക്കെ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഊഹിച്ചു വേണമോ ദേവസ്വം ബോർഡ് ഒരു അവലോകന യോഗത്തിൽ സംസാരിക്കേണ്ടത്? ഇത്തരം കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് എടുക്കേണ്ട നിലപാട് ഏത് രീതിയിലുള്ളതായിരിക്കണം? ഒരു കാര്യം രാഹുൽ ഈശ്വർ പറഞ്ഞതിന് തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1983 ഞാൻ ആദ്യം ശബരിമലയ്ക്ക് പോകുന്നത്. അന്ന് ഈ ഉത്സവകാലം ഉള്ള പൂജ മാത്രമേ ഉള്ളൂ. ആ സൗകര്യം ദുരുപയോഗം ചെയ്തിട്ടാണ് 1980 ജൂൺ മാസത്തിൽ ക്ഷേത്രം കത്തിച്ചതും വിഗ്രഹം തല്ലിപ്പിടിച്ചതുമൊക്കെ. കാരണം അവർക്കറിയാം മറ്റ് മാസങ്ങളിൽ ആരും അങ്ങോട്ട് പോകില്ല എന്നുള്ളത്. അതുകൂടി കണക്കെടുത്തുകൊണ്ടാണ് പിന്നീട് മാസപൂജ ഏർപ്പെടുത്തിയത്. പിന്നെ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യമൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ശബരിമല കൊടിമരമില്ലായിരുന്നു, ശബരിമല തുലാഭാരമില്ലായിരുന്നു, ശബരിമല പടിപൂജയില്ലായിരുന്നു, ശബരിമല ഉത്സവമില്ലായിരുന്നു. ഏത് ആചാരവും ഏത് അനുഷ്ഠാനവും ലംഘിച്ചിട്ടാണോ ഇതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളത്? അപ്പോൾ അതിൽ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘനങ്ങളൊന്നുമില്ല. ശ്രീ ബ്രഹ്മശ്രീ നീലകണ്ഠര് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ഭക്തൻ്റെ സംതൃപ്തി, അവൻ്റെ ആനന്ദം, അവൻ്റെ ആഹ്ലാദം. അത് ഉറപ്പാക്കാൻ കഴിയുന്നിടത്തോളം ഇന്ന് നിലവിലിരിക്കുന്ന സമ്പ്രദായങ്ങൾ മാറ്റുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് പുണ്യശ്ലോകനായ അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് ഇന്ന് തന്നെ മനസ്സിലുണ്ട്. അതിനപ്പുറം ഒരു നിയമവുമില്ല, ഒരു യുക്തിയുമില്ല, ഒരു ആചാരവും. അതിനകത്ത് ദേവസ്വം ബോർഡ് ഒരു അവലോകന യോഗം നടക്കുന്ന ഘട്ടത്തിൽ സർക്കാർ കുറെ കാലങ്ങളായി ഇത്തരം കാര്യങ്ങളിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു ബോഡിയാണെന്നുള്ളത് അങ്ങേക്കും അറിയാം. ഇപ്പം മണ്ഡലകാലമാകുന്നത് കൊണ്ട് തന്നെ ശബരിമലയിലേക്കുള്ള റോഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവിടുത്തെ മറ്റ് ഭക്തന്മാർക്കുള്ള സൗകര്യങ്ങളും ഒക്കെ സർക്കാരിൻ്റെ ചുമതലയായി കുറെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അക്കാര്യത്തിൽ വീഴ്ച വന്നാൽ സർക്കാരിന് ഉത്തരം പറയേണ്ടിയും വരും. ആ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വേണ്ടി കൂടിയ യോഗത്തിൽ ദേവസ്വം ബോർഡ് തന്ത്രിമാരെക്കാൾ വലിയ തന്ത്രി ചമയുന്നത് എന്തുകൊണ്ടായിട്ട് വേണം കരുതാൻ? ഇത്ര രൂക്ഷമായി പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇത് അവസാനമാക്കല്ല, ചർച്ച ചെയ്യണം. ദേവസ്വം ബോർഡ് മാത്രമല്ല, ഭക്തന്മാരുടെ സംഘടനകളുണ്ട്, അയ്യപ്പ സേവാ സംഘം പോലുള്ള സംഘടനകളുണ്ട്. എത്രയോ വർഷമായിട്ട് ഈ രംഗത്തുള്ളവരാണ്. അവരോട് ചോദിക്കണം, തന്ത്രിമാരോട് ചോദിക്കണം, വേറെ ഏതെങ്കിലും സംഘടനകളുണ്ട് അവരോട് ചോദിക്കണം. അദ്ദേഹം ഒരു ടോക്കിംഗ് പോയിൻ്റ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന ഒരു ചർച്ചാ വിഷയം മാത്രം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എന്തോ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന പോലെയോ ഒരു ജിയോ ഇറക്കിയ പോലെയുള്ള പ്രതികരണമൊന്നും ഒക്കെ അനാവശ്യമായിരുന്നു. ദേവസ്വം ബോർഡ് തീർച്ചയായും അത് പരിഗണിക്കാം എന്ന് പറയാവുന്നതേ ഉള്ളായിരുന്നു. എനിക്കറിഞ്ഞുകൂടാ പിന്നെ എന്താണ് രൂക്ഷമായ പ്രതികരണം ഉണ്ടായത്. അതിൻ്റെ രാഷ്ട്രീയ ധ്വനിയെക്കുറിച്ചോ അന്തർധാരകളെക്കുറിച്ചോ പറയാൻ എനിക്ക് പ്രാപ്തിയില്ല. അതിലേക്ക് ഞാൻ കടക്കും. ശ്രീ പുനല്ലൂർ മധു, മുൻ ദേവസ്വം ബോർഡ് അംഗവും കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹിയും കൂടിയാണ് താങ്കളുടെ തന്നെ പാർട്ടി ആലോചിച്ച് പറഞ്ഞയച്ചതാണ് ശബരിമലയിലേക്ക് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനെ. അദ്ദേഹം ഈ രീതിയിൽ ഒരു ബാലൻസ്ഡായ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതിന് പകരം ഈ രീതിയിൽ CP നായർ സാർ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രതികരിച്ചത് ഒരു അപാകതയായി താങ്കളെപ്പോലുള്ളവർ കാണുന്നുണ്ടോ?
ഇന്ന് ശബരിമലയിലല്ല പമ്പയിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി ഒരഭിപ്രായം പറയുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ കണ്ണിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. അവിടെ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ നമുക്ക് ചാനലിൽ കൂടി അറിയുന്ന കാര്യങ്ങളെ അറിയത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. പക്ഷേ അവലോകന യോഗം നടക്കുന്ന ഒരു യോഗത്തിൽ മുഖ്യമന്ത്രിയെപ്പോലൊരാൾ ആദ്യമായി ചെല്ലുമ്പോൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യം എടുത്തിടേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ അതിൽ പ്രതികരിച്ചിട്ടുണ്ടാകാം. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ മറ്റു കാഴ്ചപ്പാടുകൾ അദ്ദേഹം പറയേണ്ടതാണ്. ഞാൻ അതിനെക്കുറിച്ച് കിടക്കുന്നില്ല. പക്ഷേ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെയും മറ്റു കാര്യങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വിശ്വാസത്തിനടിസ്ഥാനമായി ഇപ്പോൾ CP നായർ സാർ പറഞ്ഞതുപോലെ എങ്ങനെയും മാറ്റിമറിക്കാം എന്ന് തീരുമാനിക്കുന്നത് അതിപ്പോൾ അധികാരം കയ്യിലുള്ളതിന് അനുസരിച്ചാണ്. ഞാനൊരു കാര്യം കൂടെ, എങ്ങനെയും മാറ്റിമറിക്കാമെന്ന് തീരുമാനിക്കുന്നത് എന്നാണ് താങ്കൾ പ്രയോഗിച്ച വാക്ക്. ഇവിടെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു അവലോകന യോഗമാണ്. അവലോകനം നടത്തുക എങ്ങനെയാണ്? അതിനെക്കുറിച്ചുള്ള എല്ലാ വശങ്ങളും മുന്നോട്ട് വെക്കേണ്ടി വരില്ലേ? ആ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി രണ്ട് പറയുക എന്നുള്ള ശരീരഭാഷയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ആർക്ക് ഗുണമാണ്? ആ രാഷ്ട്രീയത്തിൻ്റെ നിറത്തിൽ ചിലർക്കൊക്കെ സംശയം തോന്നിയാൽ അതിൽ തെറ്റുണ്ടോ? അല്ല, അത് രാഷ്ട്രീയത്തിൻ്റെ കാര്യം അവിടേക്ക് കടത്തി വേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി കഴിഞ്ഞാൽ ദേവസ്വത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനേ നിയോഗിക്കാൻ പറ്റൂ. ചിലപ്പോൾ ഒരു മുന്നണിയോ ഒരു പാർട്ടിയോ ഒക്കെ തീരുമാനിച്ചു കാണും. പക്ഷേ അത് കഴിഞ്ഞാൽ മറ്റ് ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് നടക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയും അക്കാര്യത്തിൽ കാണിക്കേണ്ടല്ലോ. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി ചെയ്യുന്ന മുഖ്യമന്ത്രി അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവലോകനം വെച്ചത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞു വന്ന CP നായർ സാർ പറഞ്ഞു വന്നത് നീലകണ്ഠർ പറഞ്ഞതനുസരിച്ച് ഇത് മാറ്റിമറിക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ ബോർഡ് മെമ്പറായിരിക്കുമ്പോൾ ഈ വനഭൂമി കിട്ടുന്നതിന് വേണ്ടി ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയി. ഡൽഹി ചർച്ചയ്ക്ക് പോയപ്പോൾ വടക്കേ ഇന്ത്യയിൽ വന്ന ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചത്, വൈ കാൻഡ് യു ഷിഫ്റ്റഡ് ടു ശബരിമല ടെമ്പിൾ ടു പത്തനംതിട്ട എന്നാണ് ചോദിച്ചത്. അപ്പോൾ ശബരിമലയ്ക്ക് വനഭൂമി അനുവദിക്കേണ്ട ശബരിമല ടെമ്പിൾ പത്തനംതിട്ടയിലേക്ക് മാറ്റിയാൽ എന്താണെന്ന് ചോദിച്ച ഉദ്യോഗസ്ഥനെ നേരിൽ കണ്ടയാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായും ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, അതിൻ്റെ വിശ്വാസം എങ്ങനെയാണ് എന്ന് ചിലപ്പോൾ അറിയാൻ കഴിയാത്ത ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങളും മറ്റു സർക്കാരിന്റെ പ്രതിനിധികളും ഒക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വടക്കേ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനെ പോലെ ഈ കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തവരല്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് കാലാകാലങ്ങളായി ഇവിടെ ചർച്ച നടക്കുന്നുണ്ട്. ദിവസവും നട തുറക്കാവുന്നതാണോ എന്നുള്ളത് ആദ്യത്തെ ചർച്ചയൊന്നുമല്ല, ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. പല കമ്മിറ്റികൾ, ഇപ്പോൾ CP നായർ സാർ തന്നെ പറഞ്ഞതുപോലെയുള്ള കമ്മിറ്റികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2006 ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഇന്നത്തെ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ സർക്കാർ വന്നപ്പോഴും ഭരണത്ത് വെച്ചതല്ലാതെ ഈ ശബരിമലയിലെ തിരക്ക് കുറയ്ക്കാനും അവിടെ നടത്തേണ്ട വികസന പരിപാടികളും നടപ്പിലാക്കാനും ഒരു ദേവസ്വം ബോർഡും പിന്നീട് തുനിഞ്ഞതായി കാണുന്നില്ല. ഒന്നും ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ ചർച്ച ചെയ്യുമ്പോൾ മറ്റ് രീതിയിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? അല്ല, മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാർക്കോ അല്ലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കോ അറിയത്തില്ല, അല്ലെ വടക്കേ ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാരെ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ കേട്ടതും കണ്ടതുമായ ഒരു കാര്യം ഞാൻ ഈ ചർച്ചക്കിടയിൽ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായും പല കാലഘട്ടങ്ങളിലും പല ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ആ ചർച്ചകളൊക്കെ സമയബന്ധിതമായി തീരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഒരുപാട് വിശദമായി മറുപടി പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും, അത് ഇടതുപക്ഷ മുന്നണി ഭരിച്ചാലും ഐക്യമുന്നണി ഭരിച്ചാലും, അത് വിശ്വാസത്തിൻ്റെതായ ഒരു ഭാഗം എന്ന നിലയിൽ ഭരണകർത്താക്കൾക്ക് അതിൻ്റെ ഡ്യൂട്ടി എന്ന നിലയിൽ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു. വിശ്വാസത്തിന്റെ പ്രശ്നം നോക്കാൻ അവിടെ തന്ത്രികളും അതുമായി ബന്ധപ്പെട്ട ദേവപ്രശ്നം നടത്തുന്ന മറ്റ് കർമ്മങ്ങൾ അറിയാവുന്നവരും ഈ ഇതിനെക്കുറിച്ചുള്ള മറ്റ് ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളുകളുമുണ്ട്. ദേവസ്വം ബോർഡ് ചെയ്യേണ്ടത് അതിന് വേണ്ട സൗകര്യം, പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. സർക്കാർ ദേവസ്വം ബോർഡിനെ സഹായിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക. ഈ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ തന്ത്രിമാരുടെ കൂടെയാണ്, വിശ്വാസികളുടെ കൂടെയാണ്. ഈ കാര്യത്തിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ വരുന്ന ഒരു സഹായിയുടെ സർക്കാരിൻ്റെ ഭാഗത്ത് ഞങ്ങൾ നിൽക്കേണ്ടതില്ല എന്ന തരത്തിൽ പൊതു ചർച്ചയ്ക്ക് കാരണമാകുന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ വസ്തുതാപരമായി മോഡറേറ്റർ തന്നെ അങ്ങനെ കടന്നു കയറി അങ്ങ് പറയുമ്പോൾ എനിക്ക് കാരണം ഇന്നിപ്പോ ഉച്ചയ്ക്ക് മാധ്യമങ്ങൾ ഇതെല്ലാം പുറത്തേക്ക് വിട്ടപ്പോൾ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകളുടെ ആ ശക്തി ഞാൻ കണ്ടതാണ്, മൂർച്ച കണ്ടതാണ്. CP നായർ സാറിനെ പോലുള്ളവരും കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് ഈ രീതിയിൽ വേണ്ടിയിരുന്നില്ല എന്ന ഒരു പരാമർശം നടത്തിയത്. ചർച്ച ചെയ്യാമല്ലോ ഈ കാര്യം. ഒരു അവലോകന യോഗത്തിൽ തീരുമാനമെടുത്ത് അവസാനിപ്പിച്ചു പോകുന്ന കാര്യമല്ല.
ആ കാര്യത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച പുറത്തേക്ക് വരട്ടെ എന്ന ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കാൻ കാരണം ഉണ്ടോ? ചർച്ച ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അത് മുഖ്യമന്ത്രിയാണെങ്കിലും സാധാരണ അംഗമാണെങ്കിലും അഭിപ്രായം പറയാനും ചർച്ച ചെയ്യാനും ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനകത്തും തെറ്റൊന്നുമില്ല, ഒരു തെറ്റുമില്ല. പക്ഷേ അത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു അത് മാത്രമാണ്? അല്ല, അതിപ്പോൾ പറഞ്ഞു കേൾക്കുന്നിടത്തോളം കാലം അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യുമ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ അഭിപ്രായം പറഞ്ഞത് ഏതാണ്ട് അപരാധവും മുഖ്യമന്ത്രി പറഞ്ഞത് അപരാധമല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നില്ല. CP നായർ സാർ, പുനലൂർ മധു, ഇതിനകത്ത് മുഖ്യമന്ത്രിയും പ്രയാർ ഗോപാലകൃഷ്ണനും തമ്മിൽ ശബരിമലയിൽ നടന്ന ഒരു സംവാദ മത്സരമായിരുന്നില്ല. അവിടെ ശബരിമലയിൽ ഒരു അവലോകന യോഗം നടക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരോടും ഉദ്യോഗസ്ഥന്മാരോടും ഒപ്പം അവിടെ വരുന്നു. ഈ ദേവസ്വം ബോർഡിലെ അംഗങ്ങളും അതിനോടൊപ്പം ഇരിക്കുന്നു. എന്താണ് പ്രശ്നം? എന്താണ് സർക്കാരിന് ചെയ്യാൻ പറ്റുക? ദേവസ്വം ബോർഡ് എന്താണ് ചെയ്യാൻ പറ്റുക? എന്തൊക്കെയാണ് കൂടുതൽ വിശ്വാസികൾക്ക് സൗകര്യപ്രദമായി ചെയ്യേണ്ടത് എന്ന ചർച്ച വരുമ്പോൾ ഇത് പ്രയാർ ഗോപാലകൃഷ്ണനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു സംവാദത്തിന്റെ വേദിയായി മാറ്റിയതാരാണ്? അല്ല, അത് അവിടെ നടന്ന മുഴുവൻ ചർച്ചയും കാണാത്തിടത്തോളം കാലം എനിക്കതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. സ്വാഭാവികമായും കേട്ടറിഞ്ഞിടത്തോളമുള്ള വസ്തുതകൾ വെച്ച് അവിടെ വിശ്വാസികൾക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പരസ്പര വിശ്വാസത്തോടുകൂടി ഗവൺമെൻറ്റും അത് കാണിക്കണം, ബോർഡും അത് കാണിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ബി രാധാകൃഷ്ണ മേനോനിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ, നിങ്ങളും ചാടിക്കേറിയാണോ ഇപ്പോൾ പ്രതികരിക്കുന്നത്? തന്ത്രി കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ ആരും തന്നെ ഈ രീതിയിൽ മുൻപ് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോഴും രാഹുൽ ഈശ്വർ എന്തെങ്കിലും പറഞ്ഞു എന്നല്ല, എൻ്റെ ചോദ്യത്തിന് മറുപടിയാണ് താങ്കൾ പറയുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയും മറ്റ് അവലോകന സമിതിയിലെ മറ്റുള്ളവരും ചേർന്നൊരു തീരുമാനത്തിൽ എത്തട്ടെ എന്ന് ഒരു നിഗമനത്തിലേക്ക് നിങ്ങളെപ്പോലുള്ളവർ പോകാൻ തയ്യാറാണോ? അങ്ങനെയാണോ ഇപ്പോൾ നിങ്ങളുടെ നിലപാട്? ഇല്ല തീർച്ചയായും ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നതുകൊണ്ട് തന്നെ സഖാവ് പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് വലിയൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. അദ്ദേഹം കയ്യടിക്ക് വേണ്ടി സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ആ കാര്യത്തിൽ ബഹുമാനമാണ്. അദ്ദേഹത്തിന്റെ വേറൊരു പക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ശ്രീ പിണറായി വിജയൻ പറയുന്ന വാക്കുകൾക്ക് ഡെപ്തോടുകൂടി പറയുന്നതാണ് നമുക്കെല്ലാം അറിയാം. അതിനൊന്നും തർക്കമില്ല. അദ്ദേഹം ഒരുപക്ഷെ ഒരു ടോക്കിംഗ് പോയിന്റിന് വേണ്ടി CP നായർ സാർ പറഞ്ഞ പോലെ പറഞ്ഞതുമായിരിക്കാം. പക്ഷേ പ്രയാർ സാറ് സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട കാരണം പച്ചയ്ക്ക് തന്നെ പറയാം, അതിന്റെ രാഷ്ട്രീയമായിട്ട് തന്നെ പറയാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിലല്ല, ആശയപരമായ ഐഡിയോളജി, പ്രത്യയശാസ്ത്രത്തിൽ നട്ടലുള്ള ഹിന്ദുവിന്റെ രാഷ്ട്രീയം തന്നെയാണ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ രാഷ്ട്രീയം. നല്ല കോൺഗ്രസ്സുകാരനാണ്, മതസൗഹാർദ്ദ വേദിയാണ്, അമ്പലത്തിലും പള്ളിയിലും പോകുന്നതാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, താങ്കൾ ഒരു നല്ല ഹിന്ദുവായി സംസാരിക്കുകയായിരുന്നോ ഇന്ന്? അതോ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്തെ മതേതര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഹൈന്ദവരുടെയും മുസ്ലിങ്ങളുടെയും കൂടി ശ്രദ്ധാകേന്ദ്രമായ ഈ അയ്യപ്പൻ്റെ ക്ഷേത്ര സന്നിധി സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിനെ സഹായിച്ച് വിശ്വാസികൾക്ക് വേണ്ടി കാര്യങ്ങൾ നടത്താൻ നിയോഗിക്കപ്പെട്ട ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ രീതിയിലാണോ താങ്കൾ ഇന്ന് സംസാരിച്ചത്? അതെ അതെ. എങ്ങനെയാണ് ഈ ചർച്ചകളൊക്കെ ഈ രീതിയിൽ പുരോഗമിക്കുമ്പോൾ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? എങ്കിൽ എവിടെയാണ് താങ്കൾ തിരുത്തുക? ഒരു ഹൈന്ദവ ഏകീകരണം രാഷ്ട്രീയത്തിനതീതമായി, ജാതികൾക്ക് അതീതമായി ഉരുത്തിരിഞ്ഞു വരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഭക്തരുടെ തൃപ്തിയായിരിക്കണം ദേവസ്വം ബോർഡിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, ഒരു സംശയ നിവാരണം നടത്തുന്നതിന് വേണ്ടിയാണ് താങ്കൾ ആദ്യം ഉപയോഗിച്ച വാക്ക് ഒരു ഹൈന്ദവ ഏകീകരണം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒരു അംഗവും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ താങ്കൾ ഇപ്പോൾ ശക്തമായി പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കി തന്നെയാണോ? അല്ല, ഇവിടെ ആവശ്യം ആചാരാനുഷ്ഠാനങ്ങൾ, അത് ഹൈന്ദവന്റേതായാലും ഇസ്ലാമിൻ്റെതായാലും ക്രൈസ്തവന്റേതാണെങ്കിലും സിഖുകാരൻ്റെതാണെങ്കിലും ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ മതേതരത്വ രാജ്യമായ ഭാരതത്തിൽ ഇടപെടാൻ പാടില്ല എന്ന ഉറച്ച അഭിപ്രായത്തോടു കൂടിയാണ്. അതിൽ ഹൈന്ദവർ ഒന്നിച്ചു ചേർന്നില്ല. ഇവിടെ ഹൈന്ദവൻ എന്ന് പറയാൻ ആരും അഭിമാനം കൊള്ളുന്നില്ല.
ആ അഭിമാനം ഭക്തിയുടെ പേരിൽ, പ്രാർത്ഥനയുടെ പേരിൽ അത് സമന്വയിക്കാൻ കഴിയുമോ എന്ന ഒരു പരീക്ഷണമാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, ആ പരീക്ഷണമാണോ ഇന്ന് ശബരിമലയിൽ സർക്കാർ വിളിച്ചുകൂട്ടിയ ഒരു അവലോകന യോഗത്തിൽ ഈ കാര്യങ്ങൾ ഹൈന്ദവ ഏകീകരണത്തിനും ഈ ഹിന്ദുവാണെന്ന് മനസ്സിലാക്കാതെ മറ്റു മതക്കാരൊക്കെ കാണിക്കുന്ന വികാരം കാണിക്കാതെ പെരുമാറുന്ന ഹിന്ദുവിനെ ഏകീകരിപ്പിക്കാൻ വേണ്ടി ഈ ചർച്ച സഹായകരമാകട്ടെ എന്ന രീതിയിൽ ഇന്ന് താങ്കൾ ആ വേദി ഉപയോഗിച്ചത്? അയ്യോ, അങ്ങനെയല്ല. ഇന്നലെ ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഉദയാസ്തമന ഉപവാസം പ്രാർത്ഥന നടന്നു. അഖണ്ഡനാമജപം പോലെ ഒരു അയ്യപ്പ അഖണ്ഡനാമജപമാണ് നടന്നത്. സ്വാഗതമില്ലാതെ, അധ്യക്ഷ പ്രസംഗമില്ലാതെ, ഉദ്ഘാടന പ്രസംഗമില്ലാതെ ഉള്ളത്. അതിന് സമരം എന്ന ഒരു വാക്ക് വിനിയോഗിച്ചു. അപ്പൊ ആ സമരം എന്ന വാക്ക് വിനിയോഗിച്ചതിൽ ഉള്ള ബുദ്ധിമുട്ട് വാക്കുകളിലൂടെ തന്നെ ഞാൻ അറിയിച്ചു എന്ന് മാത്രമേ. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, താങ്കൾ ഒരു മതേതര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയ ആളാണ്. ഈ പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും പറയുന്ന വാക്കുകളിലെ വിശ്വാസികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുതലെടുക്കുന്ന രീതിയിലേക്ക് പോകാൻ ചർച്ചയെ അനുവദിക്കാൻ പാടുള്ളതായിരുന്നു താങ്കൾ? അത് തന്ത്രിമാരോ അതല്ലെങ്കിൽ വിശ്വാസികളോ സാധാരണക്കാരോ പറയുന്നത് മനസ്സിലാക്കാം. പക്ഷെ താങ്കളുടെ റോൾ അവിടെ എന്തായിരുന്നു? ഈ വിശ്വാസികൾക്ക് വേണ്ട പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന ചർച്ചയിൽ ഗുണകരമായ ഒരു സംഭാവന താങ്കൾ എന്താണ് ഇന്നത്തെ ചർച്ചയിൽ ചെയ്തത്? ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവവിശ്വാസത്തോടുകൂടി ദേവാലയങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ച് അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആ സത്യപ്രതിജ്ഞ ഞാൻ പാലിച്ചു എന്നുള്ളതേ ഉള്ളൂ, പാലിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, ഒരു മതേതര സർക്കാർ അതിനേക്കാൾ വലിയ സത്യപ്രതിജ്ഞ താങ്കളെ വിശ്വസിച്ച് അങ്ങോട്ടേക്ക് അയച്ചത്, അവിടെ എത്തിയപ്പോൾ ഈ രീതിയിൽ പുതിയ വ്യാഖ്യാനങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് നൽകി താങ്കളിപ്പോൾ കണ്ടെത്തുന്ന വ്യാഖ്യാനങ്ങൾ ഏത് രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ള സംശയം. താങ്കൾക്ക് സമയമുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈനിൽ തുടരുക, ഇല്ലെങ്കിൽ ഞാൻ താങ്കളിലേക്ക് വീണ്ടും വരാം. ശ്രീ പി ബിജു, ഇപ്പോ പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാചകങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി ഈ പ്രയാർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണം കേട്ടിട്ട് ആ ചർച്ചയിൽ തന്നെ പ്രതികരിച്ചത് ശരിയാണെന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? പ്രയാർ ഗോപാലകൃഷ്ണന്റെ രാഷ്ട്രീയത്തിന് അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താകാം ആ കാരണം? ഒന്നാമത്തെ കാര്യം പ്രയാർ ഗോപാലകൃഷ്ണൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കോൺഗ്രസ് അപ്പോയിൻ്റ് ചെയ്ത ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നാണ്. അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ നേതാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതാണോ കോൺഗ്രസിൻ്റെ നിലപാട് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് ലീഡർഷിപ്പാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് മതേതരമല്ല, അദ്ദേഹം പറഞ്ഞ വർഗീയതയാണ്. ആ വർഗീയത തന്നെയാണ് ഇവിടെ പല ആൾക്കാരും പല രൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ഇഷ്യൂ. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അവിടെ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ വിശ്വാസികളുടെ മുഖ്യമന്ത്രിയാണ്, അവിശ്വാസികളുടെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ വിശ്വാസികളുടെയോ അവിശ്വാസികളുടെയൊക്കെ അഭിപ്രായം പറയാനുള്ള അവകാശം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായം എന്താ? അവിടെ ഈ തിരുപ്പതി മോഡൽ നിങ്ങൾക്ക് തിരുപ്പതി മോഡൽ എന്ന് പറയാൻ ഉണ്ടായ സാഹചര്യം എന്താ? അവിടെ ഇപ്പം തന്നെ ഒരു തരത്തിലുള്ള ദർശനം നടക്കുന്നുണ്ട്. ഇവർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് പ്രധാനപ്പെട്ടവരാണ് എന്ന് തോന്നുന്നു. നേരത്തെ സാറ് പറഞ്ഞതുപോലെ അല്ല അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ പ്രൊട്ടക്ഷനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമല്ല, ഉദ്യോഗസ്ഥർക്ക് എന്താ പറയുക, ഉദ്യോഗസ്ഥർക്ക് സ്വാധീനമുള്ളവർക്ക് അല്ലെങ്കിൽ അവർക്ക് പ്രമാണിയായിട്ട് തോന്നുന്ന ആൾക്കാർക്ക് അവരൊരു VIP ലേബൽ കൊടുക്കുന്നു, VIP ടാഗ് കൊടുക്കുന്നു. ആ VIP ടാഗ് കൊടുത്ത് അവർക്ക് ദർശനം നടത്താനുള്ള അനുമതി കൊടുക്കുന്നു. 500 രൂപ മറ്റേ പൂജയ്ക്ക് പൈസ അടയ്ക്കുന്നവർക്ക് അവർക്ക് പ്രത്യേകിച്ച് ക്യൂ കൊടുക്കുന്നു. ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് സുതാര്യമാവണം. അത് സുതാര്യമാവുന്നത് യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. ആ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലത്ത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു നേരത്തെ സാറ് പറഞ്ഞ പോലെ അതൊരു ഉത്തരവല്ല, അവിടെ ഒരു പരിശോധിക്കണമെന്നാണ് പറയുന്നത്. ആ പരിശോധിക്കണമെന്ന് പറയുമ്പോൾ ഇതിവിടെ നടക്കില്ല എന്ന് പറയാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റില്ല. കാരണം അദ്ദേഹം ഒരു ട്രസ്റ്റിയാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ ട്രസ്റ്റിയാണ്. അതേ വിശ്വാസികളുടെ അഭിപ്രായമാണ് അവിടെ പറയേണ്ടത്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
വിശ്വാസികൾക്ക് ഇതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായം വരും. അവർ പോയി ലക്ഷക്കണക്കിന് ആൾക്കാർ കാത്തുകെട്ടി നിൽക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ചുറ്റിക്കൊണ്ട് അല്ലെങ്കിൽ തോർത്ത് വിരിച്ചുകൊണ്ട് ഇവർക്ക് VIP ആണെന്ന് തോന്നുന്ന ആൾക്കാരെ കടത്തിവിടുന്നത്. അത്തരം സംഭവങ്ങളെ സംബന്ധിച്ചൊരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്തതിൽ എന്തിനാണ് അവർ തടസ്സം പിടിക്കുന്നത്? രണ്ടാമത്തെ പ്രശ്നം എന്താണ്? നട തുറക്കുന്ന അമ്പലം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ എല്ലാ ദിവസവും തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് വരാൻ കഴിയും. ഒരുപാട് ആൾക്കാർ അന്യസംസ്ഥാനത്തുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്നൊരു സ്ഥലമാണ്. ഇത്തരം ചർച്ചകൾ നടത്തണമെന്ന് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഹിന്ദുക്കളെല്ലാം ഒന്നിക്കണം എന്നൊരു നിലപാടൊക്കെ സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രി പറയാൻ പാടുണ്ടോ? ഇത് നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായം പറയുന്നത് ഒരു അസ്വാഭാവികതയുണ്ട്. അതൊരു യുക്തിക്ക് നിരക്കുന്നതല്ല. അതിനകത്ത് വിശ്വാസത്തിൻ്റെ ഒന്നും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ അവർ പറഞ്ഞോട്ടെ. വിശ്വാസമൊക്കെ അതിൻ്റെ രണ്ടാമത്തെ കാര്യങ്ങളല്ലേ. ഇവിടെ വിശ്വാസത്തെ അനിക്കുന്ന എന്ത് കാര്യം? അത്തരം ചർച്ചകളല്ലല്ലോ. വിശ്വാസികളുടെ മൊത്തത്തിലുള്ള അവകാശം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആരും കൊടുത്തിട്ടില്ലല്ലോ. അതേ എന്താ പറയുക, യുക്തിക്ക് നിരക്കാത്ത രൂപത്തിൽ ഇതൊന്നും ഇവിടെ അനുവദിക്കാൻ പോകുന്നില്ല. അത് പറയാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. തെറ്റായ നിലപാടാണ്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് ആണ് പറയേണ്ടത്. ഇതാണോ കോൺഗ്രസ്? പിന്നെ ഇതെല്ലാം ഒന്നിച്ചൊക്കെ പോയാൽ തീർച്ചയായിട്ടും ശ്രീ പുനലൂർ മധുവിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഒരു മിനിറ്റ് എനിക്ക് ശ്രീ രാഹുൽ ഈശ്വറിനും അല്പം തിരക്കുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ പിണറായി വിജയൻ ഇന്ന് അവലോകന യോഗത്തിൽ പറഞ്ഞതെല്ലാം തീരുമാനമല്ലെങ്കിൽ കൂടി നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നു. അത് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഒരു ഹൈന്ദവ ഏകീകരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ചർച്ചയുടെ ഭാഗമായി വരുന്ന ചർച്ചയാണ്. താങ്കളും നേരത്തെ പ്രയാർ ഗോപാലകൃഷ്ണനെ അഭിനന്ദിച്ചു ആ ഹൈന്ദവതയുടെ ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട്. ഇനി താങ്കൾ ഏത് രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. ശ്രീ പിണറായി വിജയൻ പറഞ്ഞ മറ്റഭിപ്രായങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എതിരഭിപ്രായം ഉള്ള കാര്യങ്ങൾ ഉണ്ടോ? ഈ കാര്യത്തിൽ ഇപ്പം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണോ ഇതൊക്കെ? അല്ല, സഖാവ് പിണറായി വിജയൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിപ്പല്ല. അതൊരു ടോക്കിംഗ് പോയിന്റ് ആണെങ്കിൽ ആർക്കും അതിനോട് തർക്കമില്ല. പക്ഷേ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ പിന്തുണയ്ക്കപ്പെടേണ്ടത് ഈ നാട്ടിലെ ഓരോ ഹിന്ദുവിന്റെയും കർത്തവ്യമാണ്. അദ്ദേഹം BJP-കാരനല്ല, അല്ലെങ്കിൽ അദ്ദേഹം സംഘപരിവാർക്കാരനല്ല. ഈ നാട്ടിലെ സാധാരണഗതിയിലുള്ള ഹിന്ദുവിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ഞാൻ ഒരുപാട് ആൾക്കാരെ ദേവസ്വവുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഏറ്റവും സത്യസന്ധതയുള്ള നട്ടലുള്ള ഹൈന്ദവരെ ഏകീകരിക്കാൻ വേണ്ടി ഇന്ന് നടന്നൊരു ചർച്ചയല്ല ഈ അവലോകന യോഗം. ആ അവലോകന യോഗത്തിൽ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് പറയുന്ന കാര്യങ്ങൾ ആ ചർച്ച അജണ്ടയ്ക്ക് എടുക്കുമ്പോൾ, അജണ്ട ഓരോന്നായി എടുക്കുമ്പോൾ അത് വേണ്ട, ഇതിവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് ധാർഷ്ട്യത്തോടു കൂടി പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ എങ്ങനെയാണ് ഹൈന്ദവതയുടെ അടയാളമായി നിങ്ങൾ എന്നല്ല പറഞ്ഞത്? എന്നല്ല പറഞ്ഞത്. മുഖ്യമന്ത്രി തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അദ്ദേഹം വളരെ സീനിയർ പൊളിറ്റീഷ്യനാണ്. അതിനൊന്നും ആർക്കും വിരോധമില്ല. പക്ഷേ ഹൈന്ദവ ക്ഷേത്രങ്ങളിലാകട്ടെ, മുസ്ലിം പള്ളികളിലാകട്ടെ, ക്രിസ്ത്യൻ പള്ളികളിലാകട്ടെ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, സെക്കുലർ ഭരണഘടനാ സ്ഥാപനങ്ങൾ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇടപെടുമ്പോൾ ഒരു ലക്ഷ്മണ രേഖ വെക്കണമെന്നും ആർട്ടിക്കിൾ 25-26 പ്രകാരം ഉണ്ടെന്നും യാതൊരു അനുസരിച്ച് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവിടെ മണ്ഡലകാലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിന് ദേവസ്വം ബോർഡിനെ വിശ്വാസികൾക്ക് കാര്യങ്ങൾ ചെയ്യാനും വന്ന ആളാണ്. അതെങ്ങനെയാണ് അങ്ങ് ഇപ്പോൾ പറഞ്ഞ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു ഇടപെടലായി? അല്ലെന്നാരും പറയുന്നില്ല. ശ്രീ മുഖ്യമന്ത്രിയെ പോലൊരു വ്യക്തി ഇതിൽ താല്പര്യം എടുക്കുന്നത് വളരെ സന്തോഷകരമാണ്. ഉമ്മൻചാണ്ടി സാർ അടക്കം ഈ വിഷയത്തിൽ താല്പര്യം എടുത്തിരുന്നു. കടകംപള്ളി സാറിന്റെ നിലപാടുകൾ സ്വാഗതാർഹമാണ്. അതൊന്നും ഇല്ലാന്നല്ല. പക്ഷേ ഒരു പരിധിക്കപ്പുറം ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വരമാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ മുമ്പോട്ട് വെച്ചത്. അതിന്റെ പിന്നിൽ രാഷ്ട്രീയ മതപ്രഭാഷണം നടത്താൻ വേണ്ടി ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനെ വിളിക്കാൻ പാടാമെന്നാണ് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റിന്റെ അർത്ഥം. അതല്ലാതെ ഇന്നത്തെ അവലോകന യോഗത്തിൽ ശബരിമലയിൽ മണ്ഡല കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ട വികസന കാര്യങ്ങളിൽ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞോ? സർക്കാരിൽ നിന്ന് നേടിയെടുത്ത് ദേവസ്വം ബോർഡിന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രയോജനപ്രദമായ ഒരു നിർദ്ദേശം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായോ? നേരത്തെ ശ്രീ ലാല് തന്നെ പറഞ്ഞല്ലോ, ഒരു അവലോകനം ആവുമ്പോൾ ഒരുപാട് പോയിന്റുകൾ വരും. ശ്രീ പിണറായി വിജയൻ പറഞ്ഞ പോയിന്റിന് ദേവസ്വം പ്രസിഡന്റ് എന്ന രീതിയിൽ ഞങ്ങളുടെ അടക്കം വിശ്വാസികളുടെ വോയിസ് റെപ്രസെന്റ് ചെയ്യേണ്ട വ്യക്തിയാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ. ആ വോയിസ് റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇങ്ങനെയല്ല സാർ, ഇങ്ങനെയല്ല സഖാവെ, അതിന് മറ്റു പല ചിട്ടവട്ടങ്ങളുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതായി എടുത്താൽ മതി. അത് പിണറായി വിജയൻ സഖാവിനോടുള്ള ആദരവ് കുറവല്ല, ചില വിശ്വാസികളുടെ മാത്രം പ്രതിനിധിയായിട്ടല്ല ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിക്കേണ്ടത്. അദ്ദേഹം നാളത്തേക്കും ഈ ക്ഷേത്രത്തെ നിലനിർത്തുന്നതിന് വേണ്ടി
തന്ത്രിമാരോടും മറ്റു ഒരു വരി. വിശ്വാസികളോടും ഒപ്പം നിൽക്കേണ്ട ആളാണ്. ഒരു വരി. അത് ചെയ്യാതെ ഇന്ന് ഈ ചർച്ചയിൽ അദ്ദേഹം കാണിച്ചു കൂട്ടിയത് അദ്ദേഹം തന്നെ ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മുടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ വ്യക്തി വൈരാഗ്യം പോലെ. ഇന്നലെ അവിടെ നടന്ന ഒരു ഉദയാസ്തമന പൂജയെ കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകത്തിനോടുള്ള അദ്ദേഹത്തിന്റെ വിരോധം തീർക്കലായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, താങ്കൾ BJP പ്രസിഡന്റ് ശ്രീ കുമ്മനം രാജശേഖരൻ ഇന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് തുറക്കണം, എപ്പോഴൊക്കെ തുറക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡും തന്ത്രിയും ചേർന്നാണ് എന്നാണ്. ഇന്നത്തെ അവലോകന യോഗത്തിൽ നടക്കേണ്ട ചർച്ചയാണോ ഇത്? BJP ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഡോക്ടർ ലാലെ, ഇന്നത്തെ ഈ ചർച്ചയിൽ നാം ഇവിടെ വളരെ വിശദമായി കാര്യങ്ങൾ പ്രതിപാദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആ പ്രതിപാദനത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ കാര്യം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ലാല് പലവട്ടം പറഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു അവലോകന യോഗത്തിലെത്തുമ്പോൾ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശബരിമലയുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ധാരണക്കുറവാണ് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം അവിടെ വെച്ച് ഇന്നിപ്പോൾ ശബരിമല നട എന്ന് തുറക്കണം എന്നടയ്ക്കണം എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല. ഇപ്പോൾ എല്ലാ വർഷവും നടക്കുന്ന എല്ലാ വർഷവും നടക്കുന്ന തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് അവിടെ യോഗം നടന്നത്. ആ യോഗത്തിൽ പറയേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ചർച്ചയ്ക്ക് വേണ്ടി വിഷയം അവതരിപ്പിക്കാൻ അനേകം വേദികളുണ്ട്. അതല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് അവതരിപ്പിക്കാം. അപ്പം ഇത്തരം ഒരു വേദിയെ മുഖ്യമന്ത്രി ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോൾ ഈ സത്യസന്ധമായി ഹൈന്ദവന്റെ വിശ്വാസം സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ വെച്ച് തന്നെ പരസ്യമായി നിലപാട് വ്യക്തമാക്കിയതിൽ ഒരു തെറ്റുമില്ല. കാരണം അദ്ദേഹം അത് പറയാൻ ബാധ്യസ്ഥനാണ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സത്യപ്രതിജ്ഞ ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് ചെയ്തത് ഈ കാര്യങ്ങളിൽ മണ്ഡല വിളക്ക് കാലഘട്ടത്തിൽ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടിയ ഒരു അവലോകന യോഗത്തിൽ വിശ്വാസികൾക്ക് എന്തൊക്കെ വേണമെന്ന് ചർച്ച ചെയ്യാതെ ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പൂജയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വികാരം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഭക്തർക്ക് വേണ്ട സൗകര്യത്തെക്കുറിച്ച് ഒന്നും അദ്ദേഹം അവിടെ പറഞ്ഞില്ല. ലാലെ, അവിടെ ആളുകൾ എങ്ങനെ വരണം, എല്ലാ ദിവസവും നട തുറക്കണോ, ഈ വക വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അവിടെ തയ്യാറായപ്പോൾ അദ്ദേഹം അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചു. അതാണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയം. ഏതായാലും അദ്ദേഹം ചെയ്യേണ്ടുന്നത് അവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാ ദിവസവും നട തുറക്കണമോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ട അതോറിറ്റി ഈ ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ള തന്ത്ര സമൂഹത്തിൽ നിന്ന് ആരെങ്കിലുമാണ് ആ നിർദ്ദേശം അവിടെ ഇപ്പൊ പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അതേ വികാരത്തോടു കൂടി പ്രകടിപ്പിച്ചതെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ അതല്ല ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ഈ രീതിയിൽ ഇവിടെ ഇത് ചർച്ച ചെയ്യണ്ട, ഇതിവിടെ നടക്കില്ല, തിരുപ്പതി മോഡലിൽ അങ്ങനെ പൈസ വാങ്ങി ഈ നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഈ അവലോകന യോഗത്തിന്റെ മൊത്തം അജണ്ടയെ അട്ടിമറിക്കുന്നതിന് തുല്യമല്ലേ? അതിന് അദ്ദേഹത്തിന് ആരാണ് അധികാരം കൊടുത്തത്? അല്ല ലാലെ, ശബരിമലയിൽ തിരുപ്പതിയിലെ പോലെ ടിക്കറ്റ് വെച്ച് അവിടെ വരുമാനം കൂടാൻ വേണ്ടി ഉള്ള നടപടി എടുക്കുന്നു. ഇപ്പോൾ അരവണയുടെ വില കൂട്ടി. എല്ലാ തരത്തിലും അവിടെ ഭക്തജനങ്ങളിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ വേണ്ടി മാത്രമുള്ള ഒരു ഏർപ്പാടാക്കി അധപ്പതിപ്പിക്കുന്നു എന്ന തോന്നലിനപ്പുറത്ത് വിശ്വാസികളെ അവരുടെ വിശ്വാസം ഇപ്പൊ അരവണയുടെ വില കൂട്ടിയതൊന്നും സംസ്ഥാന സർക്കാരല്ല, അവിടെ ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡ് തന്നെയാണ് ഇപ്പോ ഈ അനാവശ്യമായി അവിടെ മുണ്ടും നേരിയതൊക്കെ ഇട്ട് കസവും കാണിച്ച് വലിയ VIP ചമഞ്ഞ് അവിടെ എത്തുന്ന ആളുകളുടെ തിരക്ക് അതൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടി അവരിൽ നിന്ന് തിരുപ്പതി മോഡലിൽ പണം വാങ്ങാം എന്ന് പറഞ്ഞപ്പോൾ അതിന് എതിരെ ഒരു ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഈ അരവണയുടെ വില കൂട്ടിയതിന്റെ നാണക്കേട് മറയ്ക്കാനാണോ ഈ രീതിയിൽ പ്രതികരിച്ചത്? ലാലെ, അവിടെ ടിക്കറ്റ് വെക്കേണ്ട ഒരു കാര്യവുമില്ല. ആളുകൾ ദർശനം നടത്തുന്നത് ഇന്ന് ശബരിമലയിൽ എത്തുന്ന VIPസിനെ
അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിന് അവിടെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിക്ക് പകരം അവിടെ ടിക്കറ്റ് ഏർപ്പെടുത്തിക്കൊണ്ട് അതൊരു കച്ചവട സ്ഥാപനത്തിന്റെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ VIP എന്നതുകൊണ്ട് ഉദ്ദേശിച്ച രാഷ്ട്രപതിയോ മറ്റ് മന്ത്രിമാരോ കേന്ദ്രമന്ത്രിമാരെയോ ഒന്നുമല്ല, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയോ ഒന്നുമല്ല. അവിടെ ഇപ്പോൾ തന്നെ നമുക്കറിയാം, മന്ത്രിമാരുടെ കടലാസം വാങ്ങി, റെക്കമെൻഡേഷൻ ലെറ്ററും വാങ്ങി, പോലീസുകാരുടെ ഒക്കെ ഒത്താശയോടുകൂടി ബന്ധുക്കളാണെന്നും പറഞ്ഞൊക്കെ വരുന്ന ആളുകൾ ശബരിമലയിൽ മറ്റ് ലൈനിൽ നിൽക്കുന്ന പാവങ്ങളെയൊക്കെ മറികടന്ന് അവിടെ പോയി ദർശനം നടത്തി മണിക്കൂറുകളോളം അവിടെ സായുജ്യമടയുന്നത്. അവരിൽ നിന്ന് എന്തെങ്കിലും പൈസ വാങ്ങി ശ്രമിച്ചാൽ ഒരുപക്ഷെ അതിനൊരു നിയന്ത്രണം വരും. അതിനെ പാവപ്പെട്ട ഭക്തർ അനുകൂലിക്കുകയുള്ളൂ. ഞങ്ങൾ പൊരിവെയിലത്തും തണുപ്പത്തും മഴയത്തും ഈ ക്യൂ നിന്നിട്ട് ഞങ്ങളെ അട്ടിമറിച്ച് അവിടെ കൊണ്ടുപോയി ഒരു പൈസയും വാങ്ങാതെ നിർത്തുന്നതിനെ ഒരുപക്ഷെ അവർ വിമർശിക്കും. ഈ പൈസ വാങ്ങുന്നതിനെ അവർ അനുകൂലിക്കുകയുള്ളൂ. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ലാലെ, അതിനെ പൈസ വാങ്ങുന്ന നടപടി എടുക്കുന്നതിന് പകരം നിയമാനുസൃതം അങ്ങനെ നിയമവിരുദ്ധമായിട്ട് അങ്ങനെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ബാധ്യതയുള്ളവരാണ്. പിണറായി പറഞ്ഞല്ലോ പോലീസിന്റെ കാര്യം ഗവൺമെന്റാണ് നോക്കുന്നതെന്ന്. ആ പോലീസാണല്ലോ അവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്നത്. ആ പോലീസുകാരുടെ ബന്ധുക്കളെ അവിടെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യിക്കാതിരിക്കാനുള്ള ബാധ്യത ആർക്കാ? ശരി. അപ്പൊ രാധാകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്നതിന് പകരം അങ്ങീ പറഞ്ഞ ഭാഷയിൽ അവിടെ പറയാമായിരുന്നല്ലോ. ചർച്ചയെ അലങ്കോലപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഏതായാലും ആ വേദിയിൽ മുഖ്യമന്ത്രി തന്നെ കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ലാലെ, ഇത് ശബരിമലയെ സംബന്ധിച്ച് 1950 മുതൽ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുണ്ട്. അവിടെ തീവയ്പുണ്ടായപ്പോ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ പാർട്ടിയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ശബരിമലയോട് ഒരിക്കലും നീതി പുലർത്തിയിട്ടില്ല. ഈ നാട്ടിലെ പോയത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ പുനല്ലൂർ മധു, ഇപ്പൊ നേരത്തെ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ തന്നെ പറഞ്ഞ കാര്യം താങ്കൾ കേട്ടതാണ്. ഹൈന്ദവരെ ഏകീകരിപ്പിക്കുക, ലോകം മുഴുവൻ നടക്കുന്ന ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ഏകീകരണം മനസ്സിലാക്കാതെ പെരുമാറുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കാൻ ശ്രമിക്കുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരുടെ ഭാഷയിൽ ഇതാ ഞങ്ങൾക്ക് ആദ്യമായൊരു പ്രസിഡന്റിനെ കിട്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പലരുടെയും സ്വരം ഈ രീതിയിലേക്ക് മാറുന്നത് അങ്ങേപ്പോലുള്ളവർ കാണുന്നുണ്ടോ? അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞ അഭിപ്രായമാണ് അവിടെ കേട്ടത്. അത് കോൺഗ്രസുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ നിറം കൊടുക്കേണ്ട കാര്യമില്ല. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരിലാണെങ്കിലും പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ പേരിലാണെങ്കിലും നാളെ മറ്റേതെങ്കിലും രാധാകൃഷ്ണ മേനോൻ്റെ പേരിലാണെങ്കിലും അവിടെ രാഷ്ട്രീയ നിറം കൊടുക്കേണ്ട കാര്യമില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും സംയുക്തമായി അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവിടെ കരണീയമായ കാര്യം. അതിനകത്ത് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഉത്തമ മാതൃകയായി മുന്നോട്ട് പോകുന്ന ഒരു ഈശ്വര സന്നിധിയായി ശബരിമലയെ മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതിനൊരു സംവാദവും മറ്റു കാര്യങ്ങളിലോ അതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ പുനലൂർ മധു, ഇന്നിപ്പോൾ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ നമ്മുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞു കേട്ടല്ലോ, ഇന്നലെ നടന്ന ഉദയാസ്തമന പൂജയെക്കുറിച്ചുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ സമരം എന്നൊരു വാക്ക് ഉപയോഗിച്ചത് അദ്ദേഹത്തിനെ ചൊടിപ്പിച്ചു. അതിനോട് അദ്ദേഹം പ്രതികരിച്ചതാണ് ഈ രീതിയിൽ ഉള്ള ഒരു ശരീരഭാഷ ഉണ്ടായതിന് കാരണം. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഈ രീതിയിൽ വളർന്നിരിക്കുന്നത്. അതായത് ശബരിമല അവലോകന യോഗത്തിൽ ദേവസ്വം ബോർഡ് പറയേണ്ട കാര്യങ്ങൾ അല്ല ആ പറഞ്ഞത്. അല്ല, അവിടെ നടന്ന മുഴുവൻ ചർച്ചയുടെയും വിശദാംശങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല, എനിക്ക് പ്രത്യേകിച്ചും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായും എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് ശബരിമലയിൽ വരാൻ പോകുന്ന സീസണിൽ, എല്ലാ സീസണിന് മുമ്പും വിവാദങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് ഒഴിവാക്കി ഒരു സുഗമമായ പ്രവർത്തനത്തിന് അവിടേക്ക് കടന്നു വരുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ വരുന്ന ലക്ഷക്കണക്കിനായ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഒക്കെ പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിച്ചുകൊണ്ട് സംയുക്തമായി നീങ്ങുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാചകത്തിൻ്റെയോ ഒരു വാചകത്തിൻ്റെയോ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട്, അതായത് ഒരു വിമാനത്താവളത്തിൻ്റെ കാര്യം ആലോചിക്കണം എന്ന് പറഞ്ഞു. ഒപ്പം അവിടെ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവിടെ ഈ റെസ്റ്റ് ഹൗസുകളുടെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു. അതുപോലെ ഈ ക്യൂ കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു സാധനം നേരത്തെ തന്നെ മാസ്റ്റർ പ്ലാനിലൊക്കെ ഉള്ളതാണ്. ആ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വന്നു. അതിനോടൊപ്പമാണ് തിരക്ക് കുറയ്ക്കാൻ ഈ കാര്യങ്ങൾ ആലോചിക്കുക എന്ന് പറഞ്ഞത്. അതിനെ ഈ രീതിയിലേക്ക് മാറ്റുന്നതിന് നിങ്ങളുടെ
പഴയ സർക്കാർ നിയമിച്ച് അങ്ങോട്ടേക്ക് അയച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ ഇങ്ങനൊരു ചർച്ച ഉണ്ടാക്കിയത് ശരിയോ എന്നതാണ് ചോദ്യം. അല്ല, അതിപ്പോൾ ദേവസ്വം ബോർഡിനെ പ്രതികരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ആ ഗവൺമെൻറ് കാലത്ത് നിയമനത്തിൻ്റെ ദേവസ്വം ബോർഡിൽ ഇതിനു മുമ്പും പല പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്, അങ്ങേപ്പോലുള്ളവർ അംഗങ്ങളായി ഇരുന്നിട്ടുണ്ട്. അന്നൊന്നും ഈ വികാരം നിങ്ങൾക്കും ഉണ്ടായിരുന്നതല്ലേ? അപ്പോഴൊക്കെ നിങ്ങൾ സമചിത്തതയോടുകൂടി അതിനെ പെരുമാറിയല്ലോ. എന്താണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെ ഒരു മനംമാറ്റത്തിന് കാരണം? അദ്ദേഹം തന്നെ പറഞ്ഞു, ആഗോളതലത്തിൽ മറ്റു സമുദായങ്ങളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഇവിടെ അത് ശ്രീ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ കൈയടിച്ച് സ്വാഗതവും ചെയ്തു. അല്ല, അത് അതിനെക്കുറിച്ചൊരു തീവ്രമായ വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അവിടെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മറുപടികളായിരിക്കാം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം തന്നെ പറഞ്ഞത് കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കടക്കുന്നില്ല. തീർച്ചയായും ശബരിമലയെ പോലൊരു ക്ഷേത്രത്തെ വിവാദ ഭൂമിയാക്കരുത് എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട സംഘടനകളോ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. അതായത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് കോൺഗ്രസുമായി യാതൊരു ബന്ധവും കാണണ്ട. അല്ല, കോൺഗ്രസ് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി നിയമിച്ചാലും എന്നെ നിയമിച്ചാലും അന്ന് മുതൽ അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നയാളല്ല. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു അല്ലാതെ മാറി നിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ദൗത്യത്തിൻ്റെ കേട്ടതും പറഞ്ഞതുമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അല്ല, അത് അദ്ദേഹം കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് നിയമിച്ചു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് ഒരു ഗവൺമെൻറ് നിയമിക്കുന്ന പ്രസിഡന്റ്, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിന് ഈ രീതിയിലൊക്കെ ഏത് അറ്റം വരെയും പോകാൻ സാധിക്കുമോ? അങ്ങനെയല്ല. ദേവസ്വം ബോർഡ് ശ്രീ പി ബിജു, അല്ല, ഒന്നാമത്തെ പ്രശ്നം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊരു ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത നോമിനിയാണ്. അദ്ദേഹം വിശ്വാസികളുടെ കുത്തക അദ്ദേഹത്തിന് എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള അവകാശമൊന്നും അയാൾക്കില്ല. അതിനേക്കാൾ അവകാശം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുണ്ട്. ഈ വിശ്വാസികളടക്കമുള്ളവർ വോട്ട് ചെയ്താണ് ഈ മുഖ്യമന്ത്രിയാക്കിയത് പിണറായി വിജയനെ. അവിടെ ഒരു മുഖ്യമന്ത്രി ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു. മുഖ്യമന്ത്രി അഭിപ്രായ പ്രകടനം നടത്തുന്നത് അവിടെ വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വിശ്വാസികൾക്ക് അവിടെ സുഗമമായി പോകാൻ, നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ഇഷ്ടമുള്ളവരെ, ഒരു ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ കഴിയുന്നവർ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്നവരെ അവരെ ഇടയിൽ കൂടെ കയറ്റി വിടുക, അല്ലെങ്കിൽ പൂജ എന്ന് പറഞ്ഞാൽ 500 രൂപ ഫീസ് അവിടെ ഇടയിൽ കൂടെ കയറ്റി വിടുക. അതിനൊരു സുതാര്യത ഉണ്ടാവണം. തിരുപ്പൂർ മോഡൽ എന്ന് പറയാൻ കാരണം എന്താണ്? തിരുപ്പൂർ ഒരു മോഡൽ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അല്ല, തിരുപ്പതി ഒരു മോഡൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമെന്ന് പറയുന്നത്. ശരി, എന്താ പറയേണ്ടത്? അവിടെ ഒരു വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പ്രസിഡന്റാണെങ്കിൽ എന്താ പറയേണ്ടത്? ഞങ്ങൾ പരിശോധിക്കുകയാണ്, ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാം. ഇത് പ്രസംഗത്തിന് വളരെ മറുപടി പറയല്ലേ? അങ്ങനെ പറയാൻ ധാർമ്മികമായിട്ട് അവകാശമുണ്ടോ? രണ്ടൊരു ഗവൺമെൻറ് നോമിനിയല്ലേ? എന്താണ് വിശ്വാസികളുടെ അഭിപ്രായം പറയാനുള്ള ക്രെഡിബിലിറ്റി അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം പറഞ്ഞതൊന്നും ഇപ്പോൾ വിശ്വാസികളുടെ അഭിപ്രായമല്ല. ഇത് വേറെ ചില ആൾക്കാരാണ്. ഇവിടെ ഹിന്ദുക്കളെല്ലാം ഒന്നിക്കണം, നമ്മൾ വർഗീയമായി മാറണം, ഈ നിലയിലൊക്കെ നിലപാട് സ്വീകരിക്കുന്നത് വിശ്വാസികളുടെ താല്പര്യമല്ല. അതല്ല അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന താല്പര്യം. അദ്ദേഹം ചില അജണ്ട വെച്ചുകൊണ്ട് എന്തോ അമിതമായിട്ടുള്ള എന്തോ അധികാരമുണ്ട്. അതാണോ മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിച്ചത്? ഇതിന്റെ പിന്നിൽ ചില അജണ്ടയുണ്ട്, അത് പിന്നീട് പറയാമെന്ന് അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും സൂചന ഇതിനെക്കുറിച്ച് ലഭ്യമായിട്ടാണോ? ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായി. ഇത് അസ്വാഭാവികമായിട്ടുള്ള സംഭവമല്ലേ? ഇവർ കോൺഗ്രസ് പാർട്ടി നോമിനേറ്റ് ചെയ്ത ഒരാൾ ഈ നിലയിൽ ഇപ്പോൾ പ്രതികരണം ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അതാ കോൺഗ്രസിൻ്റെ അഭിപ്രായമാണോ? ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ആ ശബരിമലയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയാൻ ഈ നാട്ടിൽ അവകാശമില്ല എന്ന് പറയാനുള്ള എന്ത് ധാർമ്മികമായിട്ടുള്ള അവകാശമാണ്? നിയമപരമായിട്ട് അവിടെ നിൽക്കട്ടെ, എന്ത് ധാർമ്മികമായിട്ടുള്ള അവകാശമാണ് ദേവസ്വം ബോർഡ്? ശ്രീ രാധാകൃഷ്ണ മേനോൻ, ലാലേ, മുഖ്യമന്ത്രിക്ക് ഒരു പൊതുവായ ക്യാൻവാസിൽ മതേതരത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഹൈന്ദവ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു, വിശ്വാസികളുടെ ക്ഷേത്രങ്ങളെ ഭരിക്കുന്നു. സംസാരിക്കാനുള്ള അത് ഒരു മതേതര സർക്കാർ നിയമിച്ച ആളുമാണ്, അതല്ലാതെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ദേവസ്വം ബോർഡിനെ ലാലെ ദേവസ്വം ബോർഡിനെ പ്രസിഡന്റിനെ ആര് നിയമിച്ചു എന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രസിഡന്റുമാർ പ്രവർത്തിക്കുന്നതാണ് കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ശാപം. അതിൽ നിന്നൊരു മോചനമാണ് ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലപാട് ആത്മാർത്ഥമാണെങ്കിൽ അതിൽ കാണുന്നത്. അല്ലാതെ ഈ പറഞ്ഞ രീതിയിൽ BJPക്കും ഹൈന്ദവ സംഘടനകൾക്കും സന്തോഷമായി പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഈ പ്രസ്താവന, ഇന്നത്തെ നടപടികളുമൊക്കെ. നിങ്ങളും അതേ വികാരത്തിൽ തന്നെ, അതേ അളവിൽ തന്നെ സന്തുഷ്ടരാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്നപ്പോൾ ആ ഗവൺമെൻറ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒഴിവ് വരുമ്പോൾ സ്വാഭാവികമായി നിയമിക്കപ്പെടുന്നു. ആ പ്രസിഡന്റിൻ്റെ ഡ്യൂട്ടിയാണ് ദേവസ്വവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും നടപടിയെടുക്കാനും. ദൈനംദിന ചർച്ചകൾക്ക് ശേഷമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ ഉണ്ടായ ചർച്ചകളും ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണനും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഭിപ്രായ പ്രകടനം ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ പൊതുവായ കാര്യങ്ങൾ തീരുമാനമെടുക്കുക എന്നുള്ളതിനപ്പുറം
ഏതെങ്കിലും സംഘടനയുടെ പേര് പറയുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയുമ്പോഴോ അതെല്ലാം കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ് എന്ന് പറയേണ്ട കാര്യമില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വങ്ങളെ പ്രതികരിച്ച് വരുന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞു പറച്ചിലുമാണ് കാണേണ്ടിയിരുന്നത്. ഏറ്റവും അവസാനം ശ്രീ പി ബിജു, ഇനിയിപ്പോൾ ഈ സർക്കാർ ഏത് രീതിയിലാണ് ശബരിമലയിൽ ഇടപെടുന്നത് എന്നുള്ളതും കൂടി ഉറ്റുനോക്കുന്നുണ്ട് എല്ലാവരും. ആ രീതിയിൽ എന്തെങ്കിലും ആശങ്ക ആർക്കെങ്കിലും വിശ്വാസികൾക്കോ ഒക്കെ ഉണ്ടാകേണ്ട എന്തെങ്കിലും സാധ്യതയുണ്ടോ? പ്രശ്നം വരുന്നില്ലല്ലോ. ഇവിടെ കേരളത്തിലെ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വിശ്വാസികൾ അവിടെ വരുന്നുണ്ട്. അവരൊരു ഫെയ്ത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടല്ലേ അവിടെ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം, അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ആലോചിക്കണമെന്നല്ലേ പറഞ്ഞത്. അതിനകത്ത് മറ്റൊരു വ്യാഖ്യാനവും കാണേണ്ടതില്ല. ചർച്ച ചെയ്യേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, അതാണ് നടക്കേണ്ടതും. ഇനി വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പി ബിജു, ശ്രീ പുനലൂർ മധു, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ സി പി നായർ, ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ, രാഹുൽ ഈശ്വർ. ഇടവേളയിൽ UDF സർക്കാരിന്റെ മദ്യനയത്തിൽ മാറ്റം വേണമെന്ന് ടൂറിസം മന്ത്രി AC മൊയ്തീൻ. നിലവിലെ മദ്യനയം ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാണെന്നും AC മൊയ്തീൻ പറഞ്ഞു. ഇടവേള. ഓണത്തിന് ഓൺലൈനിലൂടെ മദ്യം വിൽക്കുമെന്ന് കൺസ്യൂമർ ഫെഡ്. മദ്യവിൽപ്പനശാലകളിൽ ഓൺലൈൻ സംവിധാനം ഒരുക്കുമെന്ന് ചെയർമാൻ M മെഹബൂബ് പറഞ്ഞു. എന്നാൽ ഈ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇടവേള. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിച്ചു. നമസ്കാരം.